ബെസ്റ്റ് പ്രാക്ടീസസ് ടു മേക്ക് സോഷ്യൽ മീഡിയ ആക്റ്റീവ്സ്. ഇതാണ് ഇവിടെ ഇപ്പൊ നമ്മൾ പറയുന്നത്. എന്തൊക്കെയാണ് ഇത്? നമുക്ക് പ്രധാനപ്പെട്ട കുറേയേറെ കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പ്രധാനപ്പെട്ട ഒരു 10 അല്ലെങ്കിൽ 10 12 കാര്യങ്ങൾ പറയാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെ നമ്മൾ അനലൈസ് ചെയ്തു, നമ്മൾ അതിനെ ഒരു ഓഡിറ്റ് ചെയ്തു. അങ്ങനെ ഓഡിറ്റ് ചെയ്തപ്പോൾ സമയത്ത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കണ്ടന്റിന്റെ, സോഷ്യൽ മീഡിയയുടെ പെർഫോമൻസിന്റെ ഒത്തിരി പരിമിതികൾ അല്ലെങ്കിൽ അതിന്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഈ മനസ്സിലാക്കിയതിന് ശേഷം അതിനെ മാറ്റി തീർക്കുക എന്നുള്ളത് ആവശ്യമാണ്. നമ്മൾക്ക് ആവശ്യമായ രൂപത്തിൽ, ഏറ്റവും നല്ല രൂപത്തിൽ പെർഫോം ചെയ്യാൻ കഴിയാവുന്ന രൂപത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെ മാറ്റണം, സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളെ മാറ്റണം. അതായത് ഒരു കാറ്, നമുക്ക് ഒത്തിരി ദൂരം പോകണം അല്ലെ, ഒത്തിരി ദൂരം പോകണം. അപ്പൊ ദൂരം പോകണമെങ്കിൽ നമ്മളൊരു കാറ് ഓടിച്ചു പോകണമെങ്കിൽ കാറിന് ടയർ വേണം, നല്ല ടയറുകൾ വേണം. റോഡിലൂടെ ഓടുന്ന സമയത്തില്ലേ നല്ല ടയർ വേണം. ടയറിനകത്ത് കാറ്റില്ലെങ്കിൽ കാറിന്റെ ഓട്ടം കുറയും, ഓടാൻ പറ്റില്ല. അതിനകത്ത് ഇന്ധനം വേണം. ഒരു പക്ഷെ നമ്മൾ നല്ല സ്പീഡ് പോകുന്ന സമയത്ത് ഫ്രണ്ടിൽ ഒരു ഗ്ലാസ് ഇല്ലേ, കവറിങ്, ആ ഗ്ലാസ് ഇല്ലെങ്കിൽ പക്ഷെ എയർ നമ്മുടെ കണ്ണിലേക്ക് അടിച്ചാൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ഒരു ഗ്ലാസ് വേണം, നമ്മുടെ കാഴ്ച വിസിബിലിറ്റി നല്ല ക്ലിയർ ആക്കുന്ന. അങ്ങനെ അതിന് ഒത്തിരി കാര്യങ്ങൾ വേണം. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകണം എന്ന് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഇത് നല്ല രൂപത്തിൽ ഈ വാഹനം പെർഫോം ചെയ്യുള്ളൂ. എന്തായാലും അല്ലെ, ഒരു പേന പെർഫോം ചെയ്യണമെങ്കിൽ അതിനകത്ത് ഇങ്ക് വേണം. ഇങ്ക് നല്ല അല്ലെ, നല്ല ഫ്ലുവന്റ് ആയിട്ടുള്ള ഇങ്ക് വേണം. അത് ഇങ്ക് കട്ട പിടിച്ചു കഴിഞ്ഞാൽ ആ പേന കൊണ്ട് നമുക്ക് എഴുതാൻ കഴിയില്ല. അപ്പോ ഒരു വെഹിക്കിളാണ് സോഷ്യൽ മീഡിയ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഒരു വെഹിക്കിളാണ്, ഒരു വാഹനം. നമുക്ക് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ മാർക്കറ്റിങ്ങിന്റെ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ നമ്മളുടെ ഒരു വലിയ ലക്ഷ്യം ഒത്തിരി ടാർഗറ്റഡ് കസ്റ്റമേഴ്സിലേക്ക് എത്തുക, അതിലൂടെ ഒത്തിരി പേരെ ആകർഷിക്കുക, ഒത്തിരി പേരുമായി എൻഗേജ്മെന്റ് നടത്തുക, എന്നിട്ട് ഒത്തിരി ബിസിനസ്, ഒത്തിരി ലീഡ് ജനറേറ്റ് ചെയ്യുക, അതിനെ കൺവേർട്ട് ചെയ്ത് ബിസിനസ് ആക്കുക. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി നമ്മളുടെ ഈ വാഹനത്തെ, നമ്മളുടെ ഈ ഉപകരണത്തെ നമ്മളൊന്ന് മൂർച്ച കൂട്ടും. അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കും അല്ലെ. ആ വണ്ടിയെ 4 ടയറും കൃത്യമായി ഓയിലും എണ്ണയും സ്റ്റിയറിങ്ങും ഗ്ലാസും എന്തൊക്കെയാണോ അതിനാവശ്യം അതെല്ലാം ഉള്ള ഒരു നല്ല വെഹിക്കിൾ ആക്കിയിട്ട് മാറ്റും. അതിനെന്താ ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒപ്റ്റിമൈസ് പ്രൊഫൈൽസ് എന്നുള്ളതാണ്. അതായത് പ്രൊഫൈലിനെ ഒപ്റ്റിമൈസ് ചെയ്യുക. നമ്മൾ നേരത്തെ നമ്മുടെ പ്രൊഫൈലിനെ ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ പ്രൊഫൈലിന്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ ഏറ്റവും മികച്ചതാക്കിയത്. അങ്ങനെ മികച്ചതാക്കാൻ എന്താ വേണ്ടത്? ഒന്നാമത്തത് വേണ്ടത് ഒരു നല്ല പ്രൊഫൈൽ പിക്ചർ വേണം, അല്ലെങ്കിൽ ഒരു ലോഗോ വേണം. നിങ്ങളുടെ ബിസിനസ്സിന്, നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിനകത്ത്, ബിസിനസിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനകത്ത്, യൂട്യൂബ് ചാനലിനകത്ത് ഏറ്റവും മികച്ച ഒരു പ്രൊഫൈൽ പിക്ചർ നിങ്ങൾ കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ ഒരു ലോഗോ കൊടുത്തിരിക്കണം. ഇപ്പൊ നമ്മളെ തന്നെയാണ് നമ്മൾ ബ്രാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ഫോട്ടോ തന്നെ കൊടുക്കാം. നല്ലൊരു ഫോട്ടോ എടുത്ത്, നല്ല വൃത്തിയുള്ള ഒരു ഫോട്ടോ എടുത്ത് അത് നമുക്ക് പ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് നല്ലൊരു ലോഗോ ഉണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം. ഇനി രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്താ? നമ്മളുടെ കൃത്യമായി, നമ്മളുടെ ക്ലിയർ ആയിട്ടുള്ള ഒരു ബയോ, നമ്മൾ എന്താ ലക്ഷ്യം വെക്കുന്നത്, അല്ലെ നമ്മളുടെ കോണ്ടാക്ട് ചെയ്യേണ്ട രീതി, നമ്മുടെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഇമെയിൽ ID, നമ്മളെ കോണ്ടാക്ട് ചെയ്യാനുള്ള മൊബൈൽ നമ്പർ, നമ്മുടെ ഓഫീസിനെ കുറിച്ച് നമുക്ക് പറയണമെങ്കിൽ അതിന്റെ ഓഫീസ് അഡ്രസ്, അതൊക്കെ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം? ബയോക്കകത്ത് ക്ലിയർ ആയിട്ട് പറയണം, ക്ലിയർ ആയിട്ട് എഴുതണം. നമുക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റിന്റെ അഡ്രസ്സ് കൊടുക്കാം. വേറെ ഏതെങ്കിലും തരത്തിലുള്ള ലാൻഡിങ് പേജുകൾ നമ്മൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അങ്ങനെ ക്ലിയർ ആയിട്ട്, അതായത് നമ്മളെ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കസ്റ്റമർക്ക്, ഇപ്പൊ പലപ്പോഴും നമ്മൾ ചില ഇതിനകത്തൊക്കെ ചില അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണും. നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷെ ചിലപ്പോൾ ഒരു വെബ്സൈറ്റിലേക്ക് എത്തും. വെബ്സൈറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫർദർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇന്ന് നമുക്കൊരു ഫീഡ്ബാക്ക്, ഒരു കൊറി ഇടണമെങ്കിൽ, നമുക്കൊരു കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ അതിന്റെ ഇമെയിൽ ID എവിടെയാണ്, അതിന്റെ മൊബൈൽ നമ്പർ ഏതാണ്, അതിന്റെ ഓഫീസ് അഡ്രസ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവാത്ത രൂപത്തിൽ ചെയ്തതാണ്. അപ്പൊ അത് കൃത്യമായി മനസ്സിലാവുന്ന രൂപത്തിൽ ചെയ്യുക. അതായത് നിങ്ങളുടെ പ്രൊഫൈൽ, നിങ്ങളെ എൻഗേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കസ്റ്റമർക്ക് അല്ലെങ്കിൽ ഒരു ഓഡിയന്റിന് കൃത്യമായി അത് സാധ്യമാവുന്ന രൂപത്തിൽ ക്ലിയർ ആയിട്ട് അത് ഒരു ബയോ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ക്രിയേറ്റ് ഹൈ ക്വാളിറ്റി കൺസിസ്റ്റന്റ് കണ്ടന്റ് എന്നുള്ളതാണ്. നല്ല ക്വാളിറ്റിയുള്ള കണ്ടന്റ് കൊടുക്കുക, അതും കൺസിസ്റ്റന്റ് ആയിട്ട് കൊടുക്കുക. ക്വാളിറ്റിയുള്ള കണ്ടന്റ് എന്താ?
നമ്മുടെ കണ്ടന്റിനകത്ത് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. നമ്മൾ ഏത് സബ്ജക്റ്റ് ആണോ പറയുന്നത്, ആ പറയുന്ന സബ്ജക്റ്റിനകത്ത് നമ്മൾ നമ്മുടെ കസ്റ്റമറുമായിട്ട്, അതൊരു പോസ്റ്റർ ആവട്ടെ, വീഡിയോ ആകട്ടെ, റീൽസ് ആവട്ടെ, എന്താവട്ടെ, നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് മെസ്സേജിനകത്ത് അല്ലെ ടൈപ്പ് ഓഫ് കണ്ടന്റിനകത്ത് കൃത്യമായ ഒരു ക്വാളിറ്റിയുള്ള കണ്ടന്റ് ഉൾപ്പെടുത്തിയിരിക്കണം, ക്വാളിറ്റിയുള്ള കണ്ടന്റ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് കസ്റ്റമറെ അപ്പീൽ ചെയ്യാൻ കഴിയാവുന്ന രൂപത്തിൽ വിഷ്വലുകൾ ഉപയോഗിക്കാം. വിഷ്വലിലൂടെ അപ്പീൽ ചെയ്യാം. നമ്മളൊരു നല്ല ഇമേജ് കൊടുത്താൽ പലപ്പോഴും ഹ്യൂമൻ ബീയിങ്സിന്റെ ഇമേജുകൾ പെട്ടെന്ന് കസ്റ്റമറെ അട്രാക്ട് ചെയ്യാൻ സഹായിക്കും. അപ്പൊ നമ്മളൊരു പോസ്റ്ററാണ് അല്ലെങ്കിൽ ഒരു ഇതാണ്, നല്ലൊരു ഇമേജ് കൊടുക്കുക. നല്ലൊരു ഇമേജ് കൊടുത്തപ്പോൾ കസ്റ്റമർക്ക് പെട്ടെന്നൊന്നും, അതായത് നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇങ്ങനെ എന്താ പറയാ, സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുക അല്ലെ, ഫോൺ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുക. അങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാണുന്ന ഒരാളുടെ കണ്ണ് ഉടക്കാൻ കഴിയാവുന്ന, കണ്ണ് അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്യാൻ കഴിയാവുന്ന രൂപത്തിൽ ഒരു കസ്റ്റമറുടെ ഒരു എന്താ പറയാ, കണ്ണിനൊരു അപ്പീൽ ചെയ്യാൻ കഴിയാവുന്ന, ആകർഷിക്കാൻ കഴിയാവുന്ന രൂപത്തിലുള്ള വിഷ്വൽസ് നമുക്ക് ഉപയോഗിക്കാം. നല്ല ഗ്രാഫിക്സുകൾ ഉപയോഗിക്കാം. അതിനനുസരിച്ചുള്ള വീഡിയോസും ഫോട്ടോസുകളും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. അതേപോലെ തന്നെ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളത് പ്രധാനം. അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് കൊടുക്കാൻ കഴിയും. എങ്ങനെയാ കൺസിസ്റ്റന്റ് ആയിട്ട് കൊടുക്കാൻ കഴിയുക എന്നുള്ളത്? നമുക്ക് കൃത്യമായ ഒരു കണ്ടന്റ് പ്ലാനർ ഉണ്ടാവണം. ഒരു 30 ദിവസത്തേക്ക്, അടുത്തൊരു 30 ദിവസം, ഒരു മാസത്തേക്കുള്ള കണ്ടന്റ് കലണ്ടർ. ഓരോ ദിവസവും ഞാൻ എൻ്റെ ഓഡിയൻസിന് എന്താ കൊടുക്കേണ്ടത്. നിങ്ങളിപ്പോ എഡ്യൂക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള, സർവീസിനെ കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ, ഒരു അറിവ്, നോളജ്, ഇൻഫർമേഷൻ കസ്റ്റമറിലേക്ക് ഉണ്ടാക്കിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഓരോ ദിവസവും ചെറിയ ചെറിയ കണ്ടന്റ് കൊടുത്താൽ മതി. ഒരുപാട് ലെങ്തി കൊടുക്കണ്ട. 1 മിനിറ്റിൽ താഴെയുള്ള അല്ലെങ്കിൽ 30 സെക്കൻഡുള്ള കുഞ്ഞു വീഡിയോ അല്ലെങ്കിൽ ഒരു ചെറിയ ടെക്സ്റ്റ്, അങ്ങനെ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും. അത് നമ്മൾ നിരന്തരം കൊടുക്കുക. അതിന്റെ ആദ്യം ഏത് കൊടുക്കണം, രണ്ടാമത് ഏത് കൊടുക്കണം, മൂന്നാമത് ഏത് കൊടുക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയണം. അങ്ങനെ ഒരു കണ്ടന്റ് കലണ്ടർ ഉണ്ടാവും. അങ്ങനെ ഒരു കണ്ടന്റ് കലണ്ടറിലൂടെ നന്നായിട്ട് പ്ലാൻ ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ച് കൃത്യമായി കൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാനുള്ള. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻഗേജ് വിത്ത് യുവർ ഓഡിയൻസ് എന്നുള്ളതാണ്. നമ്മുടെ ഓഡിയൻസുമായി എൻഗേജ് ചെയ്യണം. ഓഡിയൻസുമായി എൻഗേജ് ചെയ്യുക എങ്ങനെയാണ്? നമ്മളൊരു പോസ്റ്റർ ഇട്ടു അല്ലെ ഒരു റീൽ ഇട്ടു, അപ്പൊ അതിന് കമന്റ് വരാം, നെഗറ്റീവോ പോസിറ്റീവോ എന്തൊരു കമന്റ് വന്നു, ആ കമന്റിനോട് നമ്മൾ പ്രോംപ്റ്റ്ലി റെസ്പോണ്ട് ചെയ്യണം. ഒരു കമന്റ് വന്നു, ഇന്ന് നമ്മളൊരു പോസ്റ്റ് ഇട്ടു, ഇന്ന് രാത്രി 8 മണിക്ക് നമുക്കൊരു കമന്റ് വന്നു, അല്ലെ 10 മണിക്കൊരു കമന്റ് വന്നു, നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ കമന്റിന് റിപ്ലൈ കൊടുക്കുന്നതെങ്കിൽ കാര്യം. അപ്പൊ പ്രോംപ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? കമന്റിനോട് റിപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയും. അതും നമുക്ക് മെറ്റാ ബിസിനസ് സ്യൂട്ടിന്റെ ആഡ്സ് ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഫോണിനകത്ത് ഉൾപ്പെടെ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ അതിന് കൃത്യമായി കസ്റ്റമറുടെ കമന്റിന് കൃത്യമായി റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ്. മെസ്സേജിനോട് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുക. അതേപോലെ ഇന്ററാക്ഷൻ എൻകറേജ് ചെയ്യാൻ വേണ്ടി കഴിയും. എങ്ങനെ ഇന്ററാക്ഷൻ എൻകറേജ് ചെയ്യുക? ഇന്ററാക്ഷൻ എൻകറേജ് ചെയ്യുക എന്ന് പറയാൻ, നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ട് നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ, കമന്റ് യെസ് ഓർ നോ. കുറെ പേര് യെസ് കമന്റ് ചെയ്യും, കുറെ പേര് നോ കമന്റ് ചെയ്യും, ചിലർ കമന്റ് ചെയ്യില്ല. പക്ഷെ 100 പേര് കാണുമ്പോൾ 10 പേര് കമന്റ് ചെയ്താൽ 10 പേരെ കമന്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത് നിങ്ങൾ ചോദിച്ച ചോദ്യമാണ്, കമന്റ് ചെയ്യൂ എന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട്. ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അഭിപ്രായം താഴെ പറയൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യം അറിയാനുണ്ടോ, നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ, ഇങ്ങനെ എന്തും നമുക്ക് ചോദിക്കാം. അപ്പൊ നമ്മൾ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവാൻ വേണ്ടി, ഒരു എൻഗേജ്മെന്റ് ഉണ്ടാവാൻ വേണ്ടി, നമ്മൾ കസ്റ്റമർ എൻഗേജ് ചെയ്യാൻ വേണ്ടി, നമ്മൾ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടുക തന്നെ വേണം. അപ്പൊ അങ്ങനെ കസ്റ്റമറെ കൊണ്ട് എൻഗേജ് ചെയ്യുക. അപ്പൊ നമ്മൾ എല്ലാവരും കാണുന്ന എല്ലാവരും എൻഗേജ് ചെയ്യും എന്നില്ല, പക്ഷെ എൻഗേജ്മെന്റ് നമുക്ക് നല്ല രൂപത്തിൽ കൂട്ടണമെങ്കിൽ നമ്മൾ അതിനകത്ത് ഒരു എൻഗേജ്മെന്റിന് ഉള്ളൊരു ഇന്ററാക്ഷൻ ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. സ്റ്റോറീസ് ആൻഡ് റീൽസ് ഇന്ന് ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിനകത്തൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതലകത്ത് ഫേസ്ബുക്കിനകത്ത് നമുക്ക് റീച്ച് കിട്ടാൻ കഴിയാവുന്ന സാധനമാണ് സ്റ്റോറീസ്. ഇൻസ്റ്റയ്ക്കകത്ത് റീൽസ്. അപ്പൊ ഇത് ലെവറേജ്, ഇത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു സാധ്യത യൂസ് ചെയ്യുക. നമ്മളെ പോസ്റ്റർ മാത്രമായി, ടെക്സ്റ്റ് മാത്രമായി നമ്മൾ മുന്നോട്ട് പോകരുത്. അപ്പൊ സ്റ്റോറീസ് ഉപയോഗിക്കുക. സ്റ്റോറീസിനകത്ത് നിങ്ങൾക്ക് ഇതേപോലെ ഇടുന്ന പോസ്റ്റർ അതിന്റെ ഒരു ഷേപ്പ് ഒന്നും മാറ്റണമെന്നേ. നമ്മൾ ഫേസ്ബുക്കിനകത്തൊക്കെ സാധാരണ ഇൻസ്റ്റയ്ക്കകത്ത് ഒരു പോസ്റ്റർ ഇടുകയാണെങ്കിൽ ഒരു സ്ക്വയർ ടൈപ്പ് പോസ്റ്റർ ആണ് ഇടുക. പക്ഷെ സ്റ്റോറി ഇടുമ്പോൾ അതിന്റെ ഒരു ഷേപ്പ് ഒന്ന് മാറ്റണം, ഡയമെൻഷൻ ഒന്ന് മാറ്റണം. ഒരു 9:16 എന്ന് പറയുന്ന ഒരു സൈസിലേക്ക് മാറ്റേണ്ടി വരും. അപ്പൊ അത് ഉപയോഗിക്കുക. അതായത് ഏറ്റവും കൂടുതലായിട്ട് ഓരോ പ്ലാറ്റ്ഫോമിനും ഏതാണോ
ഏറ്റവും നന്നായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു റീൽസ് ഇൻസ്റ്റയിൽ, സ്റ്റോറി ഫേസ്ബുക്കിൽ, ഇങ്ങനെ അതിനനുസരിച്ച് നമ്മൾ കണ്ടന്റ് കൊടുക്കുക. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് കണ്ടന്റ് കൊടുക്കുക എന്നുള്ളത്. പേഴ്സണലൈസ്ഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് നമ്മൾ പഠിക്കുന്നത്. പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് കൊടുക്കുക. അതായത് കസ്റ്റമർ ടെസ്റ്റിമോണിയിൽ ഒരു പേഴ്സണലൈസ്ഡ് കണ്ടന്റ് ആണ്. കസ്റ്റമർ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച്, സർവീസിനെ കുറിച്ച് അല്ലെങ്കിൽ പറഞ്ഞ അഭിപ്രായം, അത് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോറി ആയിട്ട് റീലായിട്ട് ഒക്കെ കൊടുക്കാം. എന്നിട്ട് ഇതുമായി കണക്ട് ചെയ്ത് കസ്റ്റമറോട്, പുതിയ കസ്റ്റമറോട് നമ്മളെ ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് സാധ്യമാക്കാം. യൂസർ ജനറേറ്റഡ് കണ്ടന്റ് നമുക്ക് കൊടുക്കാം. അതായത് ഉപയോഗിച്ച ആൾ അയാളുടെ അഭിപ്രായം പറയുന്നത്. സക്സസ് സ്റ്റോറീസ് കൊടുക്കാം. അതേപോലെ നമ്മുടെ ഓഡിയൻസിന്റെ പെയിൻ പോയിന്റ് അനലൈസ് ചെയ്തുകൊണ്ട്, അത് അഡ്രസ് ചെയ്തുകൊണ്ട്, നിങ്ങൾ ഇന്ന് ഒരു പ്രശ്നം അനുഭവിക്കുന്ന ഒരാളാണോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സർവീസിലൂടെ ഇന്ന് ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇല്ലേ? ടൂത്ത് പേസ്റ്റിന്റെ പരസ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. ബ്രഷ് ചെയ്യുന്ന സമയത്ത് ബ്രഷില് ബ്ലഡ് അത് മോണയിൽ വരുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കും. ഒരു ആപ്പിള് കടിക്കാൻ നോക്കുന്നു, കടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ഒരു പെയിൻ ഫീൽ ചെയ്യുന്നു. കടിക്കുമ്പോൾ നിങ്ങൾക്ക് പല്ലിന് പ്രശ്നം വരുന്നു, അത് ഇന്ന പ്രശ്നം കൊണ്ടാണ്, ഇന്ന ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കും. ഇതാണ് കസ്റ്റമേഴ്സിന്റെ ഒരു പെയിൻ പോയിന്റ്. അതായത് ഇങ്ങനത്തെ പ്രശ്നം അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ടാവും. ആ പെയിൻ പോയിന്റ് ആണ് ആദ്യം കാണിക്കുന്നത്. അപ്പൊ ആ പെയിൻ പോയിന്റ് ഉള്ളവർ പെട്ടെന്ന് അതുമായിട്ട് കണക്ട് ചെയ്യും. എന്നിട്ട് അതിനുള്ള സൊല്യൂഷൻ ആയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ടൂത്ത് പേസ്റ്റ് അവിടെ കൊടുക്കുന്നത് പോലെ നമ്മൾ ആ പ്രൊഡക്റ്റ് മുന്നോട്ട് വെക്കുന്നു, അല്ലെ സർവീസ് മുന്നോട്ട്. ഇങ്ങനെയാണ് പേഴ്സണലൈസ് ആയിട്ടുള്ള കണ്ടന്റ് കൊടുക്കുക. അല്ലാതെ കുറേയേറെ നമുക്കൊരു ടൂത്ത് പേസ്റ്റ് ഉണ്ട്, ആ ടൂത്ത് പേസ്റ്റിന്റെ ഒരു ഫോട്ടോയും കാര്യമൊക്കെ വെച്ച് കുറച്ച് നമ്മളൊരു അഡ്വർടൈസ്മെന്റ് മാത്രം കൊടുത്തോട് കാര്യമില്ല. അതിന് കസ്റ്റമറുമായിട്ട്, അവരുടെ ആവശ്യങ്ങളുമായിട്ട്, പെയിൻ പോയിന്റുമായി, നീഡുമായി കണക്ട് ചെയ്യാൻ വേണ്ടി കഴിയാന്നുള്ളത്. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹാഷ്ടാഗിനെ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് സ്ട്രാറ്റജിക്കലി ഉപയോഗിക്കുക. എങ്ങനെ സ്ട്രാറ്റജിക്കലി ഉപയോഗിക്കുക? അവിടെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് നിഷ് എന്നുള്ളതാണ്. നിഷ് എന്ന് പറയുന്നത് ആ ഏരിയയുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ ടൂത്ത് പേസ്റ്റിന്റെ എക്സാമ്പിൾ പറഞ്ഞു. ബ്രഷ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് വരും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു നമ്മൾ കടിക്കുന്ന സമയത്ത് പല്ലിന് പുളിപ്പ് വരിക, അല്ലെങ്കിൽ പെയിൻ വരിക. അതൊരു പല്ലിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട്, ടീത്തിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമാണ്. അതുമായി കണക്ട് ചെയ്യുന്ന ഒരു ഹാഷ്ടാഗ് ഉപയോഗിക്കുക, ജനറൽ ആയിട്ട് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട്. ഇപ്പോ നമ്മളിപ്പോ ഡ്രോയിങ്, നിങ്ങളൊരു ഡ്രോയിങ് ടീച്ചറാണ്, ഡ്രോയിങ് പഠിപ്പിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് കുട്ടികളുടെ കയ്യക്ഷരം നന്നാക്കുന്നതിന് വേണ്ടി ഡ്രോയിങ് പഠിക്കുന്നത് സഹായകരമാകും. നല്ല കയ്യക്ഷരം ഉണ്ടെങ്കിൽ നല്ല രൂപത്തിൽ നമുക്ക് എഴുതാൻ വേണ്ടി കഴിയും. നല്ല രൂപത്തിൽ എഴുതുമ്പോൾ അത് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. മാത്രമല്ല അതൊരു മെന്റൽ ഡെവലപ്മെന്റിന്റെ, നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ കൂടി ഭാഗമാണ് ഇത് എന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പൊ അങ്ങനെ ഒരു കാര്യമാണെങ്കിൽ നമുക്ക് അതുമായി കണക്ട്. അപ്പൊ അങ്ങനെ ആ നിഷ് ഏരിയ, നമ്മൾ ബ്രോഡായിട്ടുള്ള ഒരു സബ്ജക്ട് പറയുന്നതിന് പകരം ഒരു നിഷ് ഏരിയ കണക്ട് ചെയ്ത് അങ്ങനെയുള്ള ഹാഷ്ടാഗുകൾ ഉപയോഗിക്കുക. ട്രെൻഡിങ് ആയിട്ടുള്ള ഹാഷ്ടാഗുകൾ, ഓരോ സമയത്തും ട്രെൻഡിങ് ആയിട്ടുള്ള ഹാഷ്ടാഗുകൾ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അത് ഉപയോഗിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ സഹായത്തോടുകൂടി എടുക്കാൻ വേണ്ടി കഴിയും. അത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി. ബ്രാൻഡഡ് ആയിട്ടുള്ള ചില ഹാഷ്ടാഗുകൾ, അതായത് നമ്മുടെ ഒരു ഹാഷ്ടാഗ് നമ്മൾ ബ്രാൻഡ് ചെയ്യുക അല്ലെ, അപ്പൊ അത് ഉപയോഗിക്കാം. ഇതിന് നമുക്ക് ഏത് ഹാഷ്ടാഗ് ആണ് നന്നായിട്ട് എൻഗേജ്മെന്റ് ചെയ്യുക, ഏറ്റവും നല്ല രൂപത്തിൽ എൻഗേജ്മെന്റ് കൊണ്ടുവരുന്ന ഹാഷ്ടാഗ് ഏതാണെന്നുള്ളത് നമുക്ക് റിസർച്ച് ചെയ്യാൻ വേണ്ടി കഴിയും. ചാറ്റ് GPT ഉപയോഗിക്കാം, ഗൂഗിളിനോട് ചോദിക്കാം, ഗൂഗിൾ കീവേഡ് പ്ലാനറോട് ചോദിക്കാം. അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കത് റിസർച്ച് ചെയ്യുകയും അത് ഉപയോഗിച്ച് നമ്മൾ പോസ്റ്റ് കണ്ടന്റ് കൊടുത്ത് അതിന്റെ എഫക്റ്റ് എങ്ങനെയാണെന്ന് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് സ്ട്രാറ്റജിക്കലി ഹാഷ്ടാഗ്. വെറുതെ കുറെ ഹാഷ്ടാഗ് യൂസ് ചെയ്യാന്നില്ല, ഹാഷ്ടാഗിന് സ്ട്രാറ്റജിക്കലി യൂസ് ചെയ്താൽ മാത്രമേ. അതായത് ഒത്തിരി ഹാഷ്ടാഗ് യൂസ് ചെയ്യുക എന്നുള്ളത് നല്ല
ഇതല്ല. ഒത്തിരി ഹാഷ്ടാഗ് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് സ്ട്രാറ്റജിക്കലി അത് ഹാഷ്ടാഗിന് ഉപയോഗിക്കാൻ വേണ്ടി കഴിയണം. അതിന് ചെയ്യേണ്ടത് ഈ കാര്യങ്ങളാണ്. 7ാമത്തെ കാര്യം കൊളാബറേറ്റ് ആൻഡ് നെറ്റ്വർക്ക് എന്നുള്ളതാണ്. അതായത് മൈക്രോ ഇൻഫ്ലുവൻസേഴ്സുമായിട്ട് അല്ലെ ഇൻഫ്ലുവൻസേഴ്സുമായിട്ട് നമ്മുടെ ഏരിയക്കകത്തുള്ള ഇൻഫ്ലുവൻസേഴ്സുമായിട്ട് അല്ലെ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഏത് ഏരിയയിലാണോ ബിസിനസ് ചെയ്യുന്നത് അത്തരം ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോകൾ പോസ്റ്റുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്കൊന്ന് ലൈക്ക് ചെയ്യുക, അവരെ നമ്മൾ ഫോളോ ചെയ്യുക, എന്നിട്ട് അവരുമായിട്ട് നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ കഴിയാവുന്ന സാധ്യതകൾ. ഫേസ്ബുക്കിനകത്ത് നിങ്ങൾ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന സമയത്ത്, യൂട്യൂബിനകത്തൊക്കെ നിങ്ങൾ കണ്ടന്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൊളാബറേഷൻസ് ആണ് യൂട്യൂബിനകത്ത് കണ്ടന്റ്. അപ്പൊ ആ കൊളാബറേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ നോക്കുക. അത് നമുക്ക് നല്ല രൂപത്തിൽ നമ്മളുടെ പോസ്റ്റുകളുടെ എൻഗേജ്മെന്റ് കൂട്ടാൻ നമ്മളെ സഹായിക്കും. മറ്റൊന്ന് ക്രോസ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സാധ്യമായ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള സമാനമായ അല്ലെങ്കിൽ അതുമായി കോംപ്ലിമെന്റ് ചെയ്യാൻ കഴിയാവുന്ന ചില ബിസിനസ് ഏരിയകൾ ഉണ്ടാവും. ആ ബിസിനസ്സുകളെ നമുക്ക് ക്രോസ് പ്രൊമോട്ട് ചെയ്യാൻ കഴിയും. അത് ക്രോസ് പ്രൊമോട്ട് ചെയ്യുന്നതോടുകൂടി അവരുടെ ഫോളോവേഴ്സ് നിങ്ങളുടെ ഫോളോവേഴ്സ് ആയിട്ട് മാറാം, അല്ലെങ്കിൽ നിങ്ങളെ ശ്രദ്ധിക്കാൻ കാരണം. നിങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കണ്ടന്റും ഇവർക്ക് സമാനമായിട്ടുള്ള കണ്ടന്റാണ്, അവർ ഉപയോഗിക്കുന്ന കണ്ടന്റിന്റെ സമാനമായ കണ്ടന്റാണ്, അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയ കണ്ടന്റാണ്. ആ കണ്ടന്റിലേക്ക് അവർ ആകർഷിക്കപ്പെടും. ഇതാണ് ക്രോസ് പ്രൊമോട്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. 8ാമത്തെ കാര്യം മോണിറ്റർ ആൻഡ് ഒപ്റ്റിമൈസ് എന്നുള്ളത്. അതായത് നമ്മളുടെ പെർഫോമൻസ് നമ്മൾ മോണിറ്റർ ചെയ്യുകയും അതേപോലെ ഒപ്റ്റിമൈസ് ചെയ്യുകയും ചെയ്യണം. മോണിറ്റർ എന്ന് വെച്ചാൽ റെഗുലറായി നിരന്തരമായി നമ്മൾ റിവ്യൂ ചെയ്യണം എന്നതാണ്. അനലിറ്റിക്സുകൾ റിവ്യൂ ചെയ്യണം. നമ്മുടെ മെറ്റ ബിസിനസ് സ്യൂട്ടിനകത്ത് കൃത്യമായ അനലിറ്റിക്സ് നമ്മുടെ ഫേസ്ബുക്കിനെ കുറിച്ച്, ബിസിനസ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളെ കുറിച്ച് ലഭിക്കുന്നുണ്ട്, അതിന്റെ പോസ്റ്റിനെ കുറിച്ച് ലഭിക്കുന്നുണ്ട്. ഗൂഗിൾ സ്റ്റുഡിയോക്കകത്ത് യൂട്യൂബ് സ്റ്റുഡിയോക്കകത്ത് യൂട്യൂബിന്റെ പെർഫോമൻസിനെ കുറിച്ച് അനലിറ്റിക്സ് ലഭിക്കുന്നുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കൃത്യമായി മെറ്റ ആഡ്സ് ചെയ്യുന്ന സമയത്ത് ആഡ്സ് മാനേജറിനകത്ത് തന്നെ കൃത്യമായ അനലിറ്റിക്സ് തരുന്നുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് കൃത്യമായി റിവ്യൂ ചെയ്യുകയും എന്നിട്ട് അതിന്റെ ആ ഡാറ്റ ഉപയോഗിക്കുക. ഇപ്പൊ മെറ്റ ആഡ് മാനേജർ ആണെങ്കിൽ ആഡ് മാനേജറിനകത്ത് എത്ര പേര് കണ്ടു, അതിന്റെ കോസ്റ്റ് പെർ ക്ലിക്ക് എത്രയാണ്, CTR എത്രയാണ് എന്ന് കൃത്യമായ ഡാറ്റയുണ്ട്. അത് എത്ര പേര് കണ്ടു, അതിന്റെ സെക്സ് വൈസ്, അതായത് ജെൻഡർ വൈസ്, ഡെമോഗ്രാഫിക് വൈസ്, ഏജ് വൈസ്, ഇങ്ങനെ പലതരത്തിൽ ആ ഡാറ്റയെ നമുക്ക് കിട്ടും. ഈ ഡാറ്റ ഉപയോഗിച്ച്, ഈ എണ്ണം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ കണക്ക് ഉപയോഗിച്ചിട്ട് നാളെ നമ്മുടെ ഒരു ക്യാമ്പയിന് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടന്റ് ഇട്ടു, ആരും അത് മൈൻഡ് ചെയ്തില്ലെങ്കിൽ ആ കണ്ടന്റ് മാറ്റി വേറൊരു കണ്ടന്റ് ഇടുക. വേറൊരു കണ്ടന്റ് ഇടുമ്പോൾ ഒരു 4 പേര് അത് ലൈക്ക് ചെയ്തു, 10 പേര് അത് ലൈക്ക് ചെയ്തെങ്കിൽ അത് ലൈക്ക് ചെയ്ത ആളുകളെ നോക്കുക, അവർക്ക് തൃപ്തിപരമാവുന്ന രൂപത്തിൽ, അവരെ ആകർഷിക്കാൻ കഴിയാവുന്ന രൂപത്തിൽ പുതിയ കണ്ടന്റുകൾ കൊടുക്കുക. അപ്പൊ മോണിറ്റർ ആൻഡ് ഒപ്റ്റിമൈസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ഡാറ്റ, ഈ അനലിറ്റിക്സ് ടൂളുകൾ ഉപയോഗിക്കുന്നത് അല്ലെ അനാലിസിസ് നമ്മൾ ഉപയോഗിക്കുന്നത്, ആ ഡാറ്റ മനസ്സിലാക്കുന്നത്, അതിൽ നിന്ന് പഠിക്കാനും അത് പഠിച്ച കാര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ നിലവിലുള്ള ക്യാമ്പയിനുകൾക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിക്കകത്ത് തിരുത്തലുകൾ വരുന്നത്, അതിനാണ് ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറയുന്നത്. ആ സാധ്യതയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ ആ സാഹചര്യത്തിനനുസരിച്ച് ഇതിനെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത്. ഡിഫറൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ, ഡിഫറൻ്റ് ആയിട്ടുള്ള ഫോർമാറ്റുകൾ, ഡിഫറൻ്റ് ആയിട്ടുള്ള ടൈം, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെരിമെന്റ് ചെയ്യാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡു വാട്ട് വർക്ക്സ്, ഡോണ്ട് വാട്ട് നോട്ട് വർക്ക്സ്. ഡു വാട്ട് വർക്ക്സ്, ഡോണ്ട് വാട്ട് നോട്ട് വർക്ക്സ്. വർക്ക് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുക, വർക്ക് ചെയ്യാത്തത് കണ്ടിന്യൂ ചെയ്യേണ്ടതില്ല, സ്റ്റോപ്പ് ചെയ്യുക. അപ്പൊ ഡിഫറൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ, അത് ഫോർമാറ്റുകൾ, നിങ്ങൾ വീഡിയോ, ടെക്സ്റ്റ്, ഇമേജ്, ഡിഫറൻ്റ് ആയിട്ടുള്ള ഫോർമാറ്റ്, ഡിഫറൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് പല സമയത്ത് നിങ്ങൾക്ക് രാവിലെ പോസ്റ്റ് ചെയ്ത് നോക്കാം, വൈകുന്നേരം പോസ്റ്റ് ചെയ്യാം, ഉച്ചയ്ക്ക് പോസ്റ്റ് ചെയ്യാം, രാത്രി പോസ്റ്റ് ചെയ്യാം. അത് തന്നെ പല സമയത്ത് 7 മണിക്ക് പോസ്റ്റ് ചെയ്യാം, 8 മണിക്ക്, 9 മണിക്ക്, ഇങ്ങനെ പല സമയത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പോസ്റ്റ് ചെയ്തിട്ട് അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഇതൊക്കെ പോസ്റ്റ് ചെയ്ത് അവിടെ വിടരുത് കേട്ടോ. പോസ്റ്റ് ചെയ്തിട്ട് അത് നോട്ട് ചെയ്ത് വെക്കണം. പോസ്റ്റ് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക. ഒരു പോസ്റ്റർ ഞാൻ അല്ലെങ്കിൽ ഒരു വീഡിയോ ഞാൻ രാത്രി 8 മണിക്ക് പോസ്റ്റ് ചെയ്തു,
2 ദിവസം കഴിഞ്ഞൊരു വീഡിയോ ഞാൻ രാത്രി 8:30 മണിക്ക് പോസ്റ്റ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞൊരു വീഡിയോ ഞാൻ രാത്രി 9 മണിക്ക് പോസ്റ്റ് ചെയ്തു. ഈ 3 വീഡിയോ എത്ര പേര് കണ്ടു? പക്ഷേ 9 മണിക്ക് പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നതെങ്കിൽ നമ്മൾ ആ പോസ്റ്റ് ചെയ്യേണ്ട സമയം 9 മണിയാണെന്ന് അതിനകത്തുനിന്ന് നമുക്ക് നിശ്ചയിക്കാൻ വേണ്ടി കഴിയും, തീരുമാനിക്കാൻ വേണ്ടി കഴിയും. അപ്പൊ നമ്മുടെ കണ്ടന്റ്, അതിന്റെ ഫോർമാറ്റ്, അതിന്റെ ടൈം എല്ലാം നമുക്ക് ഇതേപോലെ എക്സ്പെരിമെന്റ് ചെയ്ത് അതിനനുസരിച്ച് ഒപ്റ്റിമൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. 9ാമത്തെ കാര്യം പെയ്ഡ് ക്യാമ്പയിൻ റൺ ചെയ്യാന്നാണ്. മെറ്റാബിസ് ആഡ്സ് മാനേജർ പോലെയുള്ള മെറ്റ അഡ്വർടൈസിംഗ് പോലെയുള്ള പെയ്ഡ് ക്യാമ്പയിനുകൾ. കാരണം നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയെ ഇതേപോലെ ഒപ്റ്റിമൈസ് ചെയ്ത് സോഷ്യൽ മീഡിയയെ ഇന്ററാക്ട് ചെയ്ത് എൻഗേജ് ഉള്ളതൊക്കെ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഓൾറെഡി ഉള്ള ഫ്രണ്ട്സ്, സോഷ്യൽ മീഡിയക്കകത്തുള്ള നമ്മുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഇത് കാണുന്നത്. പക്ഷെ ഇതേ സമാനമായ ഇന്ററാക്ട് ചെയ്യുന്നത്, ഇതിന് സമാനമായ തോട്ടുള്ള, സമാനമായ പെയിൻ പോയിന്റ് ഉള്ള, ആവശ്യങ്ങളുള്ള മറ്റു വലിയൊരു വിഭാഗം ആൾക്കാരുണ്ടാവും. അവരിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ പെയ്ഡ് അഡ്വർടൈസിങ്, മെറ്റ അഡ്വർടൈസിങ് ഉൾപ്പെടെയുള്ള പെയ്ഡ് അഡ്വർടൈസിങ് അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് ഉൾപ്പെടെയുള്ള പെയ്ഡ് അഡ്വർടൈസിങ് നമുക്ക് ചെയ്യാൻ കഴിയും. അവിടെ നമുക്ക് കൃത്യമായി നമ്മുടെ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാൻ കഴിയും. നമ്മുടെ ഐഡിയൽ ആയിട്ടുള്ള ഓഡിയൻസ്, ഐഡിയൽ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങാൻ സാധ്യതയുള്ള ഓഡിയൻസ്, ടാർഗറ്റഡ് ഓഡിയൻസ്, അവരെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. അതേപോലെ റീടാർഗറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. ഒരു കാലത്ത് നമ്മളുമായി ഇന്ററാക്ട് ചെയ്ത ഒരു ആൾ, നമ്മുടെ ഒരു കണ്ടന്റുമായി ഇന്ററാക്ട് ചെയ്തു, നിങ്ങളൊരു വീഡിയോ ചെയ്തു എന്നിരിക്കട്ടെ, നിങ്ങൾ ഇന്ന കാര്യത്തിന് ഇന്ന കാരണം കൊണ്ട് ഇന്നൊരു പെയിൻ പോയിന്റ് അവതരിപ്പിച്ച് ആ പെയിൻ പോയിന്റിനുള്ള സൊല്യൂഷൻ ആയിട്ട് ഇങ്ങനൊരു സംവിധാനമുണ്ട്, അതല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് ഇന്നെന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ഹെൽത്ത് ഇഷ്യൂ ആണെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ പൊണ്ണത്തടി ഉണ്ടാവുന്നു, ഇപ്പൊ ഒത്തിരി തടി, പലപ്പോഴും കുട്ടികളിലൊക്കെ ആ ഒരു പ്രായത്തിനേക്കാൾ കൂടുതലായിട്ടുള്ള തടി വെക്കുന്നത് പലപ്പോഴും ഫുഡ് ഹാബിറ്റ്സിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അത് കുട്ടികൾക്ക് ഹാർംഫുൾ ആണ്. അപ്പൊ അതിന് നിങ്ങൾ ഇന്നെന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കണ്ടന്റ്, ഒരു വീഡിയോ ഇട്ട് നോക്കുക. ഒരു 10 മിനിറ്റ് വീഡിയോ അല്ലെങ്കിൽ 1 മിനിറ്റ് വീഡിയോ, 30 സെക്കൻഡ് വീഡിയോ ഇട്ടു ഒരു വെൽനസ് ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അത് കുറെ പേര് കാണും. അത് കണ്ട് ഒരു 1000 പേര് അല്ലെങ്കിൽ 10,000 പേര് അത് കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. അടുത്ത ഒരു വീഡിയോക്കകത്ത് അല്ലെ അടുത്തൊരു പോസ്റ്റിനകത്ത് ഇവരെ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാൻ കഴിയും. മെറ്റ അഡ്വർടൈസിനകത്ത് അത്തരം റീടാർഗറ്റിംഗ് ഓപ്ഷൻസ് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ നമ്മളുടേതായ ഇതുപോലെയുള്ള നേരത്തെ നമ്മൾ പർച്ചേസ് ചെയ്യാത്ത അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ഇന്ററാക്ട് ചെയ്തിട്ടുള്ള ആളുകളെ റീടാർഗറ്റ് ചെയ്യാനും, അതേപോലെ നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ ആയിട്ടുള്ള ആളുകളുടെ സമാന സ്വഭാവമുള്ള അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ ആകാൻ സാധ്യതയുള്ള ഐഡിയൽ കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യാനും നമുക്ക് പെയ്ഡ് ക്യാമ്പയിനുകൾ, അത് മെറ്റ അഡ്വർടൈസിംഗ് ആവട്ടെ ഗൂഗിൾ ആഡ്സ് ആവട്ടെ, ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. ട്രെൻഡ്സിനോട് അപ്ഡേറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ്. മാർക്കറ്റിനകത്ത് ഓരോ സമയത്തും വരുന്ന ട്രെൻഡുകളുടെ ചേഞ്ചസ് ഉണ്ട്. ട്രെൻഡ് മാറി മാറി വരുന്നുണ്ട് അല്ലെ, അതാണ് ട്രെൻഡ് എന്ന് പറയുന്നത്. ആ സമയത്തുള്ള ഒരു സാഹചര്യമാണ്. ഇതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. സോഷ്യൽ മീഡിയയുടെ പ്രത്യേക അൽഗോരിതം ഉണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കുന്നതാണ്. ഇന്ന് വർക്ക് ചെയ്യുന്നത് നാളെ വർക്ക് ചെയ്യണമെന്നില്ല. ഇന്ന് വർക്ക് ചെയ്യുന്ന ആയിരിക്കില്ല നാളെ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്നലെ വർക്ക് ചെയ്തത്. ഒരു പക്ഷേ 1 വർഷം മുമ്പോ 2 വർഷം മുമ്പോ വർക്ക് ചെയ്ത ഒരേ സാധനം ഒരു പക്ഷെ ഇപ്പൊ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡും അതിന്റെ അൽഗരിതംസ്, നേരത്തെ 1 വർഷം മുമ്പ് ഒരു വീഡിയോ, നിങ്ങൾ 1 മിനിറ്റ് വീഡിയോ ഇട്ടാൽ ആ 1 മിനിറ്റ് വീഡിയോയിൽ ഒരു 60% ടൈമെങ്കിലും ആളുകൾ കാണുന്നുണ്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ദം ആർ വ്യൂയിങ് ഇറ്റ് 60%. 1 മിനിറ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു 60 സെക്കൻഡിനകത്ത് ഒരു 40 സെക്കൻഡ് എങ്കിലും ആളുകൾ കാണും അല്ലെ. ഇന്ന് 16 സെക്കൻഡാണ് ഒരു വീഡിയോയുടെ, ഒരു റീലിന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റോറി വീഡിയോ ആണെങ്കിൽ ഒരാൾ കാണുന്ന ഒരു സമയം, ആവറേജ് ടൈം സോഷ്യൽ മീഡിയക്കകത്ത്. അപ്പൊ ആദ്യത്തെ 16 സെക്കൻഡിനകത്ത് നമ്മൾ എന്ത് കൺവേ ചെയ്യുന്നു എന്നുള്ളതാണ് വീഡിയോ തുടർച്ചയായി കാണണമോ എന്ന് ഈ കസ്റ്റമറെ അല്ലെങ്കിൽ ഈ ഓഡിയന്റിനെ പ്രേരിപ്പിക്കുന്ന ഘടകം. അപ്പൊ ഈ അൽഗരിതം മാറുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലെ ട്രെൻഡ് മാറുന്നുണ്ട്. ഒരു കാലത്ത് പോസ്റ്റർ ആവാം, വേറൊരു കാലത്ത് വീഡിയോ ആവാം, പിന്നെ ഒരു കാലത്ത് സ്റ്റോറി ആവാം, റീൽ ആവാം, ഇത് നേരെ മാറി വേറെ ഒന്ന് വരാം. ഇത് മാറുന്നുണ്ട്. ഇതിന് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. അതേപോലെ കണ്ടന്റിനകത്തും ഇതിനകത്ത് നമുക്ക് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കണ്ടന്റ് നമുക്ക് ചെയ്യാം. നമ്മൾ വളരെ ഓൾഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ തന്നെ റിപ്പീറ്റ് ചെയ്യാതെ ഏറ്റവും പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള കണ്ടന്റിനെ നമ്മൾ വീഡിയോ ആയിട്ടും പോസ്റ്റർ ആയിട്ടും ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. 11ാമത്തെ കാര്യം, ഒരു ക്ലിയർ ആയിട്ടുള്ള CTA ഉണ്ടായിരിക്കാം. ക്ലിയർ ആയിട്ടുള്ള CTA.
നിങ്ങളുടെ ഓഡിയൻസിനോട് കൃത്യമായി വാട്ട് ടു ഡു എന്ന് നമ്മൾ പറയണം. എന്താ ചെയ്യേണ്ടതെന്ന് പറയണം. നമ്മൾ അല്ലാതെ കണ്ടന്റ് കൊടുത്തിട്ട് കാര്യം. നമ്മൾ പക്ഷേ 30 സെക്കൻഡ് ആവാം, 1 മിനിറ്റ് ആവാം, 5 മിനിറ്റ് ആവാം, 10 മിനിറ്റ് ആവാം, എന്ത് കൊടുത്താലും അത് കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു ആക്ഷൻ നമ്മൾ പറയും. ക്ലിക്ക് ഓൺ ദ ലിങ്ക്, ഷോപ്പ് നൗ, ലേൺ മോർ, ഡൗൺലോഡ് ദ ഗൈഡ്, ഡൗൺലോഡ് PPT. ഇങ്ങനെ നമ്മൾ പറയണം. എങ്കിലേ ഒരു ആക്ഷൻ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു 1000 പേര് ഒരു ദിവസം നിങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കണ്ടന്റ് കാണുമ്പോൾ 1000 പേരോട് നമ്മൾ ഇത് തന്നെ ആവശ്യപ്പെട്ടാലാണ് അതിൽ ഒരു നല്ലൊരു ശതമാനം പേരും അതിനോട് റിയാക്ട് ചെയ്യും. കുറെ ഏറെ പേർ ഞാൻ പറഞ്ഞതുപോലെ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ, ആർക്കോ വേണ്ടി കാഴ്ച കാണുന്നവരായിട്ട് ഉണ്ടാവും എന്നൊന്ന് മനസ്സിലാക്കണം. അപ്പൊ ക്ലിയർ ആയിട്ടുള്ള ഒരു CTA ഉണ്ടായിരിക്കുക എന്നുള്ളത് ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നിങ്ങളുടെ സോഷ്യൽ മീഡിയയ്ക്ക് ഉറപ്പുവരുത്താൻ സഹായിക്കുന്ന ഒരു ഘടകം. ഫൈനലി, ക്രോസ് പ്ലാറ്റ്ഫോം കൺസിസ്റ്റൻസി എന്ന് പറയും. ക്രോസ് പ്ലാറ്റ്ഫോം കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ബ്രാൻഡിന്റെ കൺസിസ്റ്റൻസി ഉറപ്പുവരുത്തുക എന്നുള്ളത്. പക്ഷെ ബ്രാൻഡിന്റെ കൺസിസ്റ്റൻസി എവിടെ ഉറപ്പുവരുത്തണം? എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഉറപ്പുവരുത്തണം. എല്ലാ പ്ലാറ്റ്ഫോമുകളും എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, വാട്സപ്പ് ഉണ്ട്. ഇതിലൊക്കെ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള മാർക്കറ്റിംഗ് മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ഇതൊരു കൃത്യമായ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് കൺസിസ്റ്റൻസി ഉറപ്പ്. ബ്രാൻഡിന്റെ ഒരു കൺസിസ്റ്റൻസി കൃത്യമായിട്ട് എല്ലാ പ്ലാറ്റ്ഫോമിലും, അത് വിഷ്വൽസ് ആവാം, മെസ്സേജ് ആവാം, ടെക്സ്റ്റ് ആവാം, ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏറ്റവും മികച്ച രൂപത്തിൽ നിങ്ങൾക്ക് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെ, നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളെ ഏറ്റവും ബെറ്റർ ആക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും.